ഒരു കാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഗാന്ധിജിക്ക് ശക്തി പകർന്ന ആയുധം ഹർത്താൽ. ഇന്നോ അതേ ഹർത്താൽ ഒരു ദിവസത്തെ ബുദ്ധിമുട്ടായി മാത്രം മാറിയിരിക്കുന്നു. എന്തുകൊണ്ട്? നമുക്കൊന്ന് ചിന്തിക്കാം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ജനങ്ങൾ ഒന്നുചേർന്നപ്പോൾ ഹർത്താൽ ഒരു ജനകീയ സമരമാർഗമായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ അത് ജനങ്ങളിൽ ഐക്യവും ആവേശവും നിറച്ചു. എന്നാൽ ഇന്ന് ഹർത്താൽ ആരെയാണ് ബാധിക്കുന്നത്? ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. ഇന്നത്തെ കോർപ്പറേറ്റ് ലോകത്ത് IT കമ്പനികളെയും ബാങ്കിങ് മേഖലകളെയും ഹർത്താൽ ബാധിക്കുന്നില്ല. ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ആമസോണും ഫ്ലിപ്കാർട്ടും ഓർഡറുകൾ എടുക്കുന്നത് നിർത്തുന്നില്ല. ബാങ്ക് ഇടപാടുകൾ മൊബൈലിലൂടെയും ഓൺലൈനിലൂടെയും നടക്കുന്നു. ടെലികോം മേഖലയിൽ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വലിയ കമ്പനികൾക്കൊന്നും ഹർത്താൽ ഒരു പ്രശ്നമേ അല്ല. പിന്നെ ആരെയാണിത് ബാധിക്കുന്നത്? ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ഓട്ടോ ഡ്രൈവർമാരെ, ചുമട്ടുതൊഴിലാളികളെ, ബസ് ജീവനക്കാരെ, കൂലിപ്പണിക്കാരെ. ഒരു ദിവസത്തെ വരുമാനം നഷ്ടപ്പെടുമ്പോൾ അവരുടെ കുടുംബം പട്ടിണിയിലാകും. ചെറിയ കടകളിൽ സാധനങ്ങൾ വിൽക്കാൻ കഴിയാതെ വരുന്നു. അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഓരോ ഹർത്താലിലും തകരുന്നത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ മുടങ്ങുന്നു, പഠനം തടസ്സപ്പെടുന്നു, രോഗികൾക്ക് ആശുപത്രിയിൽ പോകാനാവുന്നില്ല, അത്യാവശ്യ യാത്രകൾ മുടങ്ങുന്നു. ഇത് പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും നെഞ്ചത്തടിക്കുന്ന പ്രഹരമാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെയോ മന്ത്രിമാരെയോ ഹർത്താൽ ബാധിക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് സുരക്ഷിതമായ യാത്രയും എല്ലാ സൗകര്യങ്ങളുമുണ്ട്. സാധാരണക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവർ അറിയുന്നില്ല. ഹർത്താൽ ഇന്ന് ആരുടെയൊക്കെയോ അജണ്ടകൾക്ക് വേണ്ടി സാധാരണക്കാരനെ ബന്ധിയാക്കുന്ന ഒരു ആയുധമായി മാറിയിരിക്കുന്നു. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും സാമൂഹ്യ ജീവിതത്തെയും പിന്നോട്ട് വലിക്കുന്നു. സമരങ്ങൾ ആവശ്യമാണ്, എന്നാൽ അവ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ലക്ഷ്യം നേടാൻ സഹായിക്കുന്നവയാകണം. സോഷ്യൽ മീഡിയയിലൂടെയും സമാധാനപരമായ പ്രകടനങ്ങളുടെയും നമ്മുടെ പ്രതിഷേധം അറിയിക്കാൻ ഇന്ന് മറ്റു പല ഫലപ്രദമായ മാർഗങ്ങളുണ്ട്. കാലത്തനുസരിച്ച് മാറാൻ നമുക്ക് സാധിക്കണം. ഹർത്താൽ ഒരു ചരിത്ര ഓർമ്മയായി മാറട്ടെ. ജനങ്ങൾക്ക് പ്രയോജനകരമായ പുരോഗമനപരമായ സമരമാർഗങ്ങളിലേക്ക് നമുക്ക് മാറാം. കാരണം ഈ നാടിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഓരോ പൗരൻ്റെയും പ്രയത്നത്തെ ആശ്രയിച്ചാണ്.